കണക്കിന് രക്ഷപ്പെട്ടു. വീണ്ടും യൂണിഫോം ഇടാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല. ദൈവസഹായം കൊണ്ട് കല്യാണം നിന്നു. ഇത് ദൈവസഹായമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നിന്റെ കല്യാണം നിൽക്കാൻ കാരണം ആ ചന്ദ്രശേഖരനാ. ഹലോ, എന്താ സാർ, നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകളൊക്കെ താറുമാറായി കിടക്കണോ? എന്തൊക്കെയാ ഈ നാട്ടിൽ നടക്കുന്നേ? ഏയ്, ഇങ്ങനെ എന്താ എന്താടി എപ്പോ നോക്കിയാലും നിന്റെ ഒരു ചെറഞ്ഞ നോട്ടം. ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. 8ാം ക്ലാസ്സിൽ 8 പേരെ ഒറ്റയടിക്ക് അടിച്ചതിന് സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാ. റൗഡിസം ഞാൻ മറന്നിരിക്കുക. അത് പുറത്തെടുപ്പിക്കല് ചെറിയാതെ പോ. ഹലോ, എന്റെ കല്യാണം മുടങ്ങാൻ നിങ്ങളാണ് കാരണമെന്ന് എനിക്കറിയാം. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. നിന്റെ കല്യാണം മുടക്കിയത് ഞാനാണെന്ന് ഇവിടെ ഒന്നും പറഞ്ഞു നടക്കല്ലേ. കാരണം എനിക്ക് പബ്ലിസിറ്റി തീരെ ഇഷ്ടമല്ല. ഏയ്, ഇങ്ങനെ നിന്റെ കല്യാണം മുടക്കിയത് തന്നെ ഈ പോസ്റ്റ്മാൻ സർവീസിന് വേണ്ടിയാ. ഇത് കല്യാണ ടീച്ചർ കൊടുക്ക്. നീ എന്താ കാണിക്കുന്നത്? എനിക്ക് കത്ത് തരുന്നൊന്നും ഇഷ്ടമല്ല. എന്ത് നിനക്കോ? അല്ല, കല്യാണ ടീച്ചറിന്. then how to do this chemistry biology general knowledge? ഗ്രീറ്റിംഗ് കാർഡിന്റെ കൂടെ കാഡ്ബറി ചോക്ലേറ്റ് കൊടുക്ക്. ഇതും കല്യാണ ടീച്ചർ പറഞ്ഞതാണോ? അല്ല, ഞാനായിട്ട് പറഞ്ഞതാ. വാടി പോകാം. ഗ്രീറ്റിംഗ് കാർഡ് ഓക്കെ, പക്ഷെ ചോക്ലേറ്റ് എന്തിനാ? എന്താടാ, ആ വീട്ടിലെ പാത്രമൊക്കെ ആയിട്ട് പോന്നോ? അത് അപ്പോഴേ ഞാൻ കഴുകിയില്ലേ. നീ കിടിലനടാ. ഒരു ചായക്ക് വേണ്ടി പറയുന്ന ജോലി ചടപടയിൽ ചെയ്തിട്ട് വരും. നീ നമ്മുടെ നാടിന്റെ അഭിമാനാടാ. അങ്ങനെയൊന്നുമില്ല. ഐ, ഇന്ന് വിളിക്കാതെ തന്നെ വന്നല്ലോ. എന്തായാലും വിളിക്കാന്നറിയാം, അതുകൊണ്ട് ഞാൻ വന്നത്. അതിരിക്കട്ടെ, ഞാൻ തന്നത് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തു. അതിന് പകരം ടീച്ചർ ഒന്ന് തന്നിട്ടുണ്ട്. എന്താടി, അപ്പോഴേക്കും നിന്റെ അച്ഛൻ വേറെ ചെറുക്കനെ കണ്ടുപിടിച്ചോ? ഇത് എന്റെ കല്യാണത്തിന്റെ അല്ല. പിന്നാരുടെയാ? നിങ്ങളുടെ കല്യാണ ടീച്ചറിന്റെ. മിസ്സസ് ആവാൻ പോവുക. ദേ അങ്ങോട്ട് നോക്ക്. ഒന്ന് സമാധാനിക്ക് പ്രസിഡന്റ്. അല്ല പ്രസിഡന്റ്, നിങ്ങൾ ഇത്രയും കാലം മനസ്സിന്റെ ബോർഡിൽ എഴുതിയ കവിതകളൊക്കെ ടീച്ചർ ഒരു ഡസ്റ്റർ വെച്ചിട്ട് മാച്ചിട്ടങ്ങ് പോയല്ലോ. എടാ, എന്നും കാലത്തെണീറ്റ് ജോലിക്ക് പോകുന്നവനും പ്രേമം പൊട്ടിയുടനെ കരയുന്നവനും നമ്മുടെ സംഘത്തിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് നിയമമുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ പത്മാവതിയെ എന്നെ പ്രേമിക്കുന്നു പറഞ്ഞ് പുറകെ നടത്തിച്ചവനാ. ഇതൊന്നും ഞാൻ കാര്യമാക്കില്ല. ഡോണ്ട് കെയർ. പിന്നെന്താ ഈ കണ്ണീർ? നോക്ക് പ്രസിഡന്റ്, ഏത് ഡോക്ടർമാർ എവിടെ ഇഞ്ചക്ഷൻ തന്നാലും വേദനയൊക്കെ ഒന്ന് തന്നെയാ. അതുപോലെ ഏത് പെൺകുട്ടി ഉപേക്ഷിച്ചിട്ട് പോയാലും ആ വേദനയും ഒന്ന് തന്നെയാ. അഭിനയിച്ച് കുളവാക്കാൻ നിൽക്കേണ്ട. ഇപ്പോ ഉത്സവ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവും. സംഘത്തിൽ നിന്ന് ആരും ഇല്ലെങ്കിലേ നമുക്ക് അവമാനം. വാ കേറ. ശരിയാ, സംഘത്തിന്റെ പരിപാടി ഒന്നും മുടങ്ങാൻ പാടില്ല. എടാ, നീ ഫ്ലക്സ് വെക്ക്. ഒരു സൈഡിൽ ഇംഗ്ലീഷ് ടീച്ചർ, സൈഡിൽ ഷേക്സ്പിയറെ പോലെ ഞാനും വേണം. താഴെ നിങ്ങളുടെയൊക്കെ ഫോട്ടോ വെച്ചോ. ഇരുന്നാട്ടെ. ദേവി മഹാമായെ രക്ഷിക്കണേ. കൗണ്ടറേ, നടുവേദനയാണോ? കൗണ്ടറേ, ഒന്ന് ക്ഷമിക്ക. ഞാൻ പോയിട്ട് കൊട്ടൻ ചുക്കാതെ ഗൗണ്ടറിന്റെ നട്ടല്ലേ വാഴത്തണ്ടുകൊണ്ട് ഉണ്ടാക്കിയതല്ല. നല്ല ഉറപ്പുള്ള സ്റ്റീലാണ്. സ്റ്റീല്, അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പറ. എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഉത്സവം ഇങ്ങ് അടുത്തെത്തി. ഉത്സവം കൊഴുപ്പിക്കാനുള്ള എന്തെങ്കിലും പുതിയ ഐഡിയ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അതങ്ങ് പറഞ്ഞേക്കണം. എല്ലാം കഴിഞ്ഞിട്ട് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് എന്റെ അടുത്ത് പരാതി പറഞ്ഞേക്കരുത്. കൗണ്ടർ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. അധികം പണച്ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഉത്സവം ഭംഗിയായിട്ട് നടത്തണം. ഒക്കെ കൗണ്ടർ തീരുമാനിക്കും. അതുപോലെ നമുക്ക് നടത്താം. നമ്മുടെ ഗൗണ്ടർ പറയാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് സമ്മതമല്ലേ? ശരി 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 ശരി, എല്ലാം നമുക്ക് ഭംഗിയാക്കണം. നോക്ക്, ഓരോ വീട്ടിൽ നിന്നും 500 രൂപ വീതം സംഭാവന വാങ്ങണം. ആദ്യത്തെ ദിവസം പൂജ,
രണ്ടാമത്തെ ദിവസം കരകാട്ടം, മൂന്നാമത്തെ ദിവസം നാടകം. ഗവർണർ പറഞ്ഞതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഏയ് മതി, നിർത്തടാ ഈ കൂത്ത്. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ, പിന്നെന്താ? അതല്ലടോ, ഇവിടെ ഉള്ളവരോട് നിങ്ങൾ പറഞ്ഞു, ദാ അവരോട് നിങ്ങൾ പറഞ്ഞോ? അവിടെ ആരാ? ഹലോ, ചർച്ച ആണെങ്കിൽ ചർച്ചയിൽ ഒരു ഫാദർ വേണം, ചർച്ചയിലാണെങ്കിൽ അത് ഞങ്ങളുടെ സംഘവും വേണം. അതാണ് നിയമം. യെസ്, എനി പ്രോബ്ലം? ഞങ്ങൾ ആർക്കൊക്കെ എന്താ ചെയ്യേണ്ടത്? എടാ, ആദ്യം ആ കണ്ണട എടുത്ത് മാറ്റടാ, കണ്ടിട്ട് സഹിക്കുന്നില്ല. നമ്മുടെ ഗവർണർ പറഞ്ഞതല്ല നിങ്ങൾ കേട്ടതല്ലേ? എല്ലാം ശരിയല്ലേ? എന്ത് ശരി? വീട്ടിൽ നിന്ന് 500, പോക്കറ്റിൽ 300, ഉത്സവത്തിന് 200. നമ്മളെ പറ്റിക്കാൻ ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പല്ലേ. ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ടാ വന്നത്. ആദ്യം ഇതൊക്കെ ഒരു രസമായിട്ട് തോന്നും, പിന്നീട് മനസ്സിലാകും ഇതൊക്കെ ഒരു വിഡ്ഢിത്തരമായിരുന്നുവെന്ന്. ആ പിള്ളേരെന്താ അരുതാത്ത കാര്യം വല്ലതുമാണോ ചോദിച്ചത്? പറയ്. എന്താ കൗണ്ടറെ, നിങ്ങളും അയാളുടെ വാക്ക് കേട്ട്? വീട് കൃഷ്ണേട്ടാ, എന്താ വേണ്ടെന്ന് പറയേ. എന്തു പറയാനാ? തൃശൂർ പൂരം നടക്കുമ്പോ ആനയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തൊട്ടടുത്തുള്ള കിടശ്ശേരിയില് ഉത്സവത്തിന് നടത്തിയ റെക്കോർഡ് ഡാൻസ് കാണാൻ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാരും കൂടെ കെട്ടും ബാണ്ടും എടുത്ത് പോയില്ലായിരുന്നു? എന്നിട്ട് എന്തായി? അവിടെ പോയി കണ്ട ആ റെക്കോർഡ് ഡാൻസിന്റെ കാര്യം മാത്രമായിരുന്നല്ലോ ഒരാഴ്ച മുഴുവനും നമ്മുടെ ആൾക്കാർ പാട്ടും പാടി നടന്നിരുന്നത്. ഒരു റെക്കോർഡ് ഡാൻസ് കാണാൻ വേണ്ടി നമ്മുടെ ആളുകൾ നാട് മുഴുവൻ അലഞ്ഞു നടക്കണം. ഈ ഉത്സവത്തിന് ഒരു റെക്കോർഡ് ഡാൻസ് നടത്താൻ ആരെങ്കിലും എതിര് നിന്നാ ഈ നാട്ടിൽ തന്നെ ഞാൻ പോകും. സെക്രട്ടറി, അങ്ങോട്ട് മാറി നിൽക്ക്. 4 വാക്ക് സംസാരിക്കാനുള്ള സമയമായത്. ചെറിയ സിം കാർഡ് ഇല്ലാതെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യോ? റെക്കോർഡ് ഡാൻസ് ഇല്ലാത്ത ഉത്സവം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇത് എന്റെയോ നമ്മുടെ സംഘത്തിന്റെയോ മാത്രം ആവശ്യമല്ല സെക്രട്ടറി. അതുകൊണ്ടോ യുവത്വം തുളുമ്പുന്ന അപ്പൂപ്പനെ കണ്ടോ? അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഈ കൊച്ചിനെ കണ്ടില്ലേ? ഈ പിഞ്ചു ബാലന്റെ കണ്ണ് കണ്ടില്ലേ? അവന്റെ ആവശ്യമാണ്. ഇന്നത്തെ ജനറേഷന്റെ ആവശ്യമാണ്. ഒരു നാടിന്റെ ആവശ്യമാണിത്. നിങ്ങൾ ഉത്സവം നടത്തുന്നോ ഇല്ലയോ? നിങ്ങൾ കരകാട്ടം നടത്തിയാലും നാടകം നടത്തിയാലും ഞങ്ങൾക്ക് റെക്കോർഡ് ഡാൻസ് വേണം. കുമ്പിടി ശാന്തയുടെ ഡാൻസ് കണ്ടിട്ട് ഭരിക്കാൻ പറ്റോ? എല്ലാരും അവരുടെ കലശങ്ങൾ എടുക്കുക. എടാ, ചെക്ക്. നമ്മുടെ ഐശ്വര്യാണോ ഇത്? സ്കൂൾ യൂണിഫോമിൽ കൊച്ചു കുട്ടിയെ പോലെ ആയിരുന്നല്ലോ. സാരി എടുത്തപ്പോ എന്തൊരു ഭംഗിയാ. ഹലോ പ്രസിഡന്റ്. കുമ്പിടി ശാന്തയാണെങ്കിൽ എത്തിയിട്ടില്ല. ഇവൻ ആരെയായി നോക്കുന്നത്? പ്രസിഡന്റ് ആരെയാ നോക്കുന്നത്? സെക്രട്ടറി, നീ ഐശ്വര്യയെ കണ്ടോ? പാവം ഐശ്വര്യ. ഞാൻ അവളുടെ കല്യാണം മുടക്കിയത് തെറ്റായിപ്പോയി. അല്ലെങ്കിൽ അവളും അവളുടെ ഭർത്താവും കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഉത്സവത്തിന് വന്നേനെ. ഓർക്കുമ്പോ തന്നെ നെഞ്ചു പിടയുന്നു. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. അവൾക്കൊരു ജീവിതം കൊടുത്ത് അവളുടെ ഒക്കത്തും കയ്യിലും ഓരോ കുഞ്ഞിനെയും കൊടുത്ത് അടുത്ത ഉത്സവത്തിന് കുടുംബത്തോടെ നിങ്ങളുടെ മുന്നിലെത്തണം. നിനക്കിഷ്ടമായ മതിയോ? അവക്ക് ഇഷ്ടപ്പെടണ്ടേ? അവക്ക് ഇഷ്ടമായാലും അവൾ അച്ഛൻ സമ്മതിക്കില്ല. ആദ്യം അവൾക്ക് ഇഷ്ടാവട്ടെ, എന്നിട്ട് അവളുടെ അച്ഛനെ സമ്മതിപ്പിക്കാം. ഈ കളിക്ക് ഞാനില്ല, അല്ലെങ്കിലും എന്റെ സമയം ശരിയല്ല. സെക്രട്ടറി, അസൂയ. എന്റെ സമയം വർക്കൗട്ടായി.